ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ രാവിലെ പുലർച്ചെ 4:30 ആ ഒരു സമയത്ത് എഴുന്നേറ്റു. 6 മണി ആ ഒരു സമയമാകുമ്പോൾ നമ്മൾ ട്രെയിനിന് ചെറുവത്തൂരെത്തി. അപ്പോൾ ചെറുവത്തൂരിൽ നിന്ന് ട്രെയിനിൽ കയറിയിട്ട് ഒരു സ്ഥലം വരെ പോവുകയാണ്. അപ്പോൾ വേറെ എവിടെയൊക്കെ എല്ലാം നമ്മുടെ സ്ഥിരം സ്ഥലമായിട്ടുള്ള ഹോസ്പിറ്റൽ തന്നെയാണ്. എൻ്റെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എല്ലാ വീഡിയോസിലും മിക്കവാറും ഹോസ്പിറ്റൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമുക്കിത് തന്നെയാണ് എപ്പോഴും ഒന്നല്ലെങ്കിൽ ഒന്നായിട്ട് ഹോസ്പിറ്റലിൽ പോയും വന്നും അങ്ങനെയുള്ളൊരവസ്ഥയാണ്. അപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ ഇങ്ങനെ തന്നെയായിരിക്കും അല്ലേ. കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലും. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ നമ്മുടെ കാര്യം. അപ്പോൾ നമ്മൾ രാവിലെ മംഗലാപുരത്തേക്ക് പോവുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് മുന്നേ കണ്ടിട്ടുള്ളവർക്കറിയാം, മുന്നേ ഞാൻ ത്രോട്ട് ഇൻഫെക്ഷനായിട്ട് നല്ല ഡേഞ്ചറായിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു, മംഗലാപുരത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോയിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല മാറ്റം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ ആ ഒരു കാര്യം പറയാനും കൂടിയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ത്രോട്ട് ഇൻഫെക്ഷൻ നല്ലപോലെ ഡേഞ്ചറായിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. തൊണ്ട ഇങ്ങനെ തുറക്കാൻ പറ്റാത്ത അവസ്ഥ, ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ, പെയിന്, അതുപോലെ തന്നെ വല്ലാത്തൊരു അസ്വസ്ഥതയിലൂടെ കടന്നു പോയ കുറേ ദിനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നേരെ മംഗലാപുരം പോയി കാണിച്ചു. അപ്പോൾ ഞാൻ നിങ്ങളോട് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ നാട്ടിലുള്ള മിക്ക ഹോസ്പിറ്റലിലും പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഹോസ്പിറ്റലിൽ പോയി കാണിക്കുമ്പോൾ നല്ല മാറ്റം വന്നിട്ടുണ്ടാവും. പിന്നെ വീണ്ടും ഇതേ അവസ്ഥ തിരിച്ചു വരും. അപ്പോൾ മംഗലാപുരത്തേക്ക് പോയിട്ട് അവിടെയും കൂടി കാണിക്കാം എന്നുള്ള പ്ലാനിൽ അങ്ങ് പോയതാണ്. അപ്പോൾ അവർ 10 ഡേയ്സ് കഴിഞ്ഞിട്ട് വീണ്ടും കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 10 ഡേയ്സ് കഴിഞ്ഞിട്ട് ഞങ്ങളങ്ങനെ പോവുകയാണ്. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു 10 ഡേയ്സിനുള്ളിൽ തന്നെ നല്ല ചേഞ്ച് വന്നിട്ടുണ്ട്. തൊണ്ടവേദനയൊക്കെ കുറഞ്ഞിട്ടുണ്ട്, ആ ഇൻഫെക്ഷൻ പോലെ ആയതൊക്കെ കംപ്ലീറ്റ് കുറഞ്ഞിട്ടുണ്ട്. പെയിനും കാര്യങ്ങളും കുറഞ്ഞു, സൗണ്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു, സൗണ്ട് പെട്ടെന്ന് ഇല്ലാതെ പോലെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്താ പറയുക, ഇപ്പോൾ കംപ്ലീറ്റ് ഓക്കെ ആയിട്ടുണ്ട്. കംപ്ലീറ്റ് 100% ഓക്കെ ആയ അവസ്ഥയാണ് ഇപ്പോൾ. പക്ഷേ ഇത് വീണ്ടും തിരിച്ചു വരുമോ ഇല്ലയോ എന്നൊക്കെ എനിക്കറിയില്ല. ഇതെന്താണ് എങ്ങനെയാണെന്നൊക്കെ ഡോക്ടർമാർക്കേ അറിയുള്ളൂ. കാരണം ഓരോ ഡോക്ടറും ഓരോ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ മംഗലാപുരത്തെ ഡോക്ടർ അവരുടേതായിട്ടുള്ള രീതിയിലാണ് മരുന്ന് തന്നിട്ടുള്ളത്. അപ്പോൾ അത് കഴിച്ചപ്പോൾ എനിക്ക് നല്ല മാറ്റമുണ്ട്. പക്ഷേ ഈ മരുന്ന് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ വീണ്ടും വരുമോ ഇല്ലയോ എന്നറിയില്ല. പക്ഷേ എങ്കിലും 10 ഡേയ്സ് കഴിച്ചപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്, നല്ല പോലെ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ നമ്മൾ മംഗലാപുരം എത്തി. ഇതാണ് നമ്മുടെ ട്രെയിൻ നിർത്തുന്ന സ്ഥലം, മംഗലാപുരം. അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങിയാണ്. അപ്പോൾ റിച്ചൂസും ഉണ്ട് കേട്ടോ. റിച്ചൂസ് രാവിലെ എഴുന്നേറ്റു. റിച്ചൂസ് ആണെങ്കിൽ രാവിലെ എവിടെ പോകാൻ വിളിച്ചാലും എണീക്കും. കാരണം അവൾക്ക് ഇങ്ങനെ യാത്രയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കാണെങ്കിൽ യാത്രയൊക്കെ ചെയ്താൽ മൈഗ്രെയിനും കാര്യങ്ങളൊക്കെ വരും, തലവേദനയൊക്കെ പെട്ടെന്ന് വരും. പക്ഷേ ട്രെയിൻ ആയതുകൊണ്ട് കുഴപ്പമില്ല. ട്രെയിനിൽ പോകുമ്പം ഭയങ്കര സേഫായിട്ടാണല്ലോ പോകുന്നത്. കാരണം നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുന്ന അത്ര ടയേർഡ്നെസ് ഒന്നും ട്രെയിനിൽ ഇരിക്കുമ്പോൾ എന്നെ പേഴ്സണലി ബാധിക്കാറില്ല. അപ്പോൾ ഇതാണ് മംഗലാപുരം. നമ്മൾ ഇറങ്ങിയിട്ട് നേരെ നമ്മൾ നടക്കുകയാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്നതല്ലേ, അപ്പോൾ നല്ലപോലെ വിശന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അവിടെ എത്താൻ വേണ്ടിയിട്ട് ഒരു 8:15 ആയി. അപ്പോൾ നമ്മളെ അവിടെ ഇറങ്ങുമ്പോൾ തന്നെ ഒരുപാട് ഓട്ടോക്കാർ ഇങ്ങനെ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും, ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ. അപ്പോൾ ട്രെയിനിൽ വരുന്ന മിക്കവാറും ആൾക്കാരും ഹോസ്പിറ്റലിലേക്കാണ് എന്നുള്ള കാര്യം കർണാടകയിലെ ആ ഓട്ടോക്കാർക്കൊക്കെ അറിയാം. കാരണം ഓരോ ഹോസ്പിറ്റലിൻ്റെ പേരും വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. KMC, AJ അങ്ങനെ ഒരുപാട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വാ എന്ന് പറഞ്ഞിട്ട് അവർ വിളിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊരു നല്ല കാര്യമാണല്ലേ. അപ്പോൾ നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാരാണ് ഇങ്ങനെ മംഗലാപുരത്ത് വന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഓട്ടോക്കാർ നമ്മളെ വിളിക്കാനുണ്ടാകുമ്പോൾ നമുക്ക് ഭയങ്കര സേഫുമാണ്. പെട്ടെന്ന് സ്ഥലം അറിയാത്തവർക്കൊക്കെ എത്തിപ്പെടാനും പറ്റും. അപ്പോൾ നേരെ നമ്മൾ കൈരളി ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിച്ചു കേട്ടോ. നമ്മൾ മംഗലാപുരത്ത് വന്നിട്ടുണ്ടെങ്കിൽ കൈരളി ഹോട്ടലിൽ നിന്നാണ് ഫുഡ് കഴിക്കൽ. എന്താ അറിയില്ല, അവിടെ നിന്നാണ് സ്ഥിരം കഴിക്കൽ. അപ്പോൾ അവിടെ നിന്ന് ഫുഡും കഴിച്ചിട്ട് ഇതാ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോയി. ഓട്ടോ വിളിച്ച് കൈരളി ഹോട്ടലിൻ്റെ മുമ്പിൽ തന്നെ ഓട്ടോ ഉണ്ടായിരുന്നു. ഓട്ടോ വിളിച്ചിട്ട് ഇതേ KMC ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് KMC ഹോസ്പിറ്റൽ മാംഗ്ലൂർ. അപ്പോൾ നമ്മൾ അകത്തേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇനി നേരെ അകത്ത് പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ എനിക്ക് ഇതിൻ്റെ അകത്തേക്ക് കടക്കുമ്പോൾ ചെറിയൊരു ടെൻഷൻ ഉണ്ട്. കാരണം കഴിഞ്ഞ തവണ വന്നപ്പോൾ എൻഡോസ്കോപ്പിക്കൊക്കെ കഴിഞ്ഞിട്ട് പോയതാണ്. ചെറിയൊരു എൻഡോസ്കോപ്പിക്ക് സെഡേഷനൊക്കെ എടുത്തിട്ട് പോയി എന്ന് ആലോചിക്കുമ്പോൾ തന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എനിക്ക് എന്തോ ഹൃദയമിടിപ്പൊക്കെ പോലെ തോന്നി. എന്താ പറയണ്ടല്ലേ. അപ്പോൾ അതാ നമ്മൾ അകത്തേക്ക് കയറി. വലിയ ഹോസ്പിറ്റലാണ് കേട്ടോ, ഒരുപാട് സ്പേസ് ഉള്ളൊരു ഹോസ്പിറ്റലാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ കാണിച്ചു, കംപ്ലീറ്റ് ഓക്കെയാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല, ഗ്യാസിൻ്റെ ഗുളിക മാത്രമാണ് എഴുതിയിട്ടുള്ളത്. ഇനി 1 മാസം കൂടി കഴിഞ്ഞിട്ട് ഒന്നുകൂടി ചെക്കപ്പ് ചെയ്യാൻ പോകണം. ചെക്കപ്പ് അല്ല, ഒന്നുകൂടി കാണിക്കാൻ പോകണം. അപ്പോൾ നമ്മൾ
കാണിച്ചിട്ടെല്ലാം ആകുമ്പോഴേക്ക് ഏകദേശം 12 മണി 12:30 പക്ഷേ നമ്മളെ ട്രെയിൻ എന്ന് പറയുന്നത് 2 മണി 2:15 ആ ഒരു സമയത്താണ് നമുക്ക് ട്രെയിൻ. അപ്പോൾ അത്രയും സമയം നമ്മൾ വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടെ തൊട്ടടുത്തുള്ള ഒരു പാർക്കിലേക്ക് പോയി. എനിക്ക് ശരിക്കും പേരറിയില്ല, എന്തോ കദ്രി പാർക്ക് അങ്ങനെ എന്തോ ഒരു പാർക്കാണ്. കർണാടകയൊക്കെ മാംഗ്ലൂരൊക്കെ ആകുമ്പം നമുക്ക് എല്ലാ സ്പേസൊന്നും അറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ KMC ഹോസ്പിറ്റലിൽ നിന്ന് നേരെ ഓട്ടോ പിടിച്ചിട്ട് ഈ ഒരു പാർക്കിലേക്ക് വന്നു. കാരണം റിച്ചൂസിനും അത്ര സമയം ബോറടിക്കണ്ടല്ലോ. അപ്പോൾ അവിടെ ആകുമ്പോൾ പാർക്കൊക്കെ ആകുമ്പോൾ അവൾ കളിച്ചോളല്ലോ. അപ്പോൾ അവളെയും കൂട്ടിയിട്ട് പാർക്കിലേക്ക് വന്നു. അപ്പോൾ ഒരു നല്ല അറ്റ്മോസ്ഫിയർ ആയിട്ടുള്ള തണലും ഒക്കെ ഉള്ള ഒരു മനോഹരമായിട്ടുള്ളൊരു പാർക്കാണ്. ഒരുപാട് സ്ഥലം ഉള്ളൊരു പാർക്കാണ് കേട്ടോ. ഇവിടെ ആർക്കും വരാം, വെറുതെ ടൈം പാസിനായിട്ട് വരാം. അതുപോലെ തന്നെ കുഞ്ഞു മക്കൾക്ക് കളിക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവിടുത്തെ ഒരു പാർക്കിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പോൾ റിച്ചൂസ് ഓരോ സ്ഥലത്തിങ്ങനെ മാറി മാറി കളിക്കുകയാണ്. ഊഞ്ഞാലാടി സീസോയിൽ കയറി അങ്ങനെ മാറി അവൾ ഓരോ സ്ഥലത്ത് 1 മിനിറ്റ് ഇരിക്കും, അടുത്തേക്ക് പോകും. കാരണം അവൾ എൻജോയ് ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെ മംഗലാപുരം വന്നതുകൊണ്ട് റിച്ചൂസിനും നേട്ടമുണ്ടായി. റിച്ചൂസിന് ഒരു പാർക്കിലൊക്കെ പോയി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഞാൻ റിച്ചൂസിൻ്റെ കളിയും കണ്ടിട്ട് അങ്ങനെ ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്ന ഒരു കുഞ്ഞു വീഡിയോ ആണ്. പ്രത്യേകിച്ച് ഇതിൽ നിങ്ങൾക്ക് അങ്ങനെ ആസ്വദിക്കാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മംഗലാപുരം പോയിട്ടുള്ള ആ ഒരു ഫസ്റ്റ് ടൈം വീഡിയോ എടുത്ത് ഞാൻ ടെൻഷനൊക്കെ ആയിട്ടുള്ള ആ ഒരു വീഡിയോ ഇടുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് എങ്ങനെയുണ്ട്, എനിക്ക് പോയിട്ട് എങ്ങനെ മാറ്റമുണ്ടോ ഇല്ലയോ കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ മാറ്റമുണ്ട് എന്നുള്ള കാര്യം നിങ്ങളിലേക്ക് എത്തിക്കണമല്ലോ. അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ട് എന്നൊക്കെ എനിക്കറിയാം. കാരണം എൻ്റെ കുഞ്ഞു കുഞ്ഞു റീൽസ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്, ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. എന്നെ ഒരുപാട് ആൾക്കാർ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയുമ്പം ഒരുപാട് താങ്ക്സ്. നിങ്ങൾ ഓരോരുത്തരോടും പ്രത്യേകം ഞാൻ നന്ദി എടുത്തു പറയുന്നു. കാരണം നിങ്ങളുടെ സ്നേഹം കൊണ്ട് ആണ്, നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ കൂടെ വരുന്നതെന്നറിയാം. അപ്പോൾ നല്ല സപ്പോർട്ട് തീർച്ചയായിട്ടും എന്നും ഉണ്ടാവണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വീഡിയോസൊക്കെ ആയിട്ട് തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും എന്ന് മാത്രം പറയുന്നു. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണമെന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഫാമിലിയെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അത് മറക്കാനേ പാടില്ല. നിങ്ങൾ വീഡിയോ കാണുന്നവർ ഓരോരുത്തരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ ഫാമിലിയിലേക്ക് വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ടാറ്റ ബൈ, സീ യു, ലവ് യു.